കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് പെട്ടെന്ന് ആലോചിച്ചു. ഞങ്ങൾ ചിന്താമണി ആണ് 2020 എന്തെങ്കിലും പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടും സുരേഷേട്ടൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും നിഖിലയും കൂടി സംസാരിക്കുന്നത് ശരിക്കും മെക്കി സ്റ്റേ ആണോ മെക്കാ സ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു 9999 പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി അപ്പോൾ കുറേ ഒത്തൻറ്റിക്കായിട്ട് സുരേഷൊക്കെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനൊരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭാവനയുടെ പെട്ടെന്ന് ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയാമെന്ന് ഞങ്ങൾ രണ്ടുപേരും നമ്മൾ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസല്ലേ, മരിച്ചു. അതെ അതെ ലൊക്കേഷനിൽ ഒരുമിച്ച് കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് അല്ലേ? വേണമെങ്കിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും അനീതിക്കുകയാണെന്നൊക്കെ പറയട്ടെ. പക്ഷെ അന്നേരം DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ഞാൻ വീട്ടിൽ ഉദ്ദേശിച്ചത് ഹോളിഡേയ്സ് അല്ലേ? ഏതായാലും മഹീന്ദ്ര ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs 5 lakhs ഓരോ റേഞ്ചിനും ഒരു പാക്കേജിനും ഒരു ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കെയിലിംഗ് എന്ന് പറയുന്നത് അണ്ടപടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുമടുത്തു പോയി. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയത്നത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായി നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് കോവിഡിന് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ അത് മുന്നിലേക്ക് വരുന്നത്. പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ
പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർത്ത് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് നമുക്ക് നീങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിൽ നിന്നാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ടൊരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് കൂടുതലായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളുണ്ട്. ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയാത്തിന്റെയും ഒക്കെ ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പവർ, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാ സ്റ്റേ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായമാണ് ടൂറിസം നടത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാ സ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വെക്കാ സ്റ്റേ ഷുഡ് ബി ഹിയർ ടു സ്റ്റേ.